ഇതൊരു വമ്പൻ തിരിച്ചുവരവ്. വെല്ലുവിളിച്ചുകൊണ്ടാണ് മാങ്കൂട്ടം ഇത്തവണ എത്തുന്നത്. ഒളിച്ചും പാത്തുമാണ് MLA മണ്ഡലത്തിൽ കാല് കുത്തുന്നത് എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് ഇതാ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടും പിണറായിക്കില്ലാത്ത നാണക്കേട് എന്തിനാ വെറുതെ രാഹുൽ മാങ്കൂട്ടത്തിന്? തടയുമെന്ന് പറഞ്ഞവരും കാല് കുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ചവരും പല വഴിക്ക് പോയി. BJPക്കാർ അയ്യപ്പന്റെ സ്വർണം കട്ടതിന് പകരം ചോദിക്കാൻ സെക്രട്ടേറിയറ്റ് കടന്ന് ഉരുളുമ്പോൾ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി ഇടതുവീരന്മാർ അടുക്കളപ്പുറത്ത് ഒളിച്ചിരിക്കുകയാണ്. പാലക്കാട് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൂഴിക്കുന്നം റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന മാങ്കൂട്ടത്തിന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ടാണ് വെല്ലുവിളി. തടയാൻ വരുന്നവൻ വാടാ എന്ന മട്ടിൽ. നാടറിഞ്ഞ് വിളംബരം കൊട്ടി അറിയിച്ചു കഴിഞ്ഞു, ഇനി നേർക്ക് നേരെ നിന്നും പൊരുതാം എന്നാണ് വെല്ലുവിളി. രാഹുൽ ഔദ്യോഗിക പരിപാടിക്ക് എത്തിയാൽ തടയുമെന്ന DYFI നിലപാടുകളെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിലെ പുലിക്കുട്ടികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷികം കൂടാതെ ബാലസദസ്സിലും രാഹുൽ പങ്കെടുത്തിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് ജനം അറിഞ്ഞില്ല എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് രാഹുൽ പാലക്കാടേക്ക് എത്തുന്നത്. ജനകീയനായ രാഹുലിനെ വിവാദങ്ങളുടെ മേൽ തളർത്താനുള്ള പദ്ധതികളൊന്നും ഇനി വിലപ്പോകില്ല എന്ന മട്ടിൽ. ഷാഫിയെയും രാഹുലിനും ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മെനക്കെടുന്നവർക്ക് ഇതൊരു വെല്ലുവിളിയാകും എന്ന് ഉറപ്പാണ്. പേരാമ്പ്രയിൽ നടന്ന UDF പ്രതിഷേധത്തിനിടെ ഷാഫി പറമ്പിലിന് പരിക്കേറ്റ സംഭവത്തിൽ കൊല്ലാൻ മടിക്കാത്ത സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയം മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ഈ മർദ്ദനമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയും പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള CPM തന്ത്രങ്ങളെല്ലാം തിരിച്ച് CPMന് തന്നെ കൊള്ളുകയാണ്. ഒന്ന് ഒതുങ്ങിയെന്ന് കരുതി തലപൊക്കിയ പല ഞാഞ്ഞൂലുകളുടെയും തല താഴ്ന്നിരിക്കുകയാണ്. ഇതോടെ മാങ്കൂട്ടത്തിനെതിരെ പടപ്പുറപ്പാടെടുത്തവരൊക്കെ പായും തലയിണുമായിട്ട് കിടന്നുറങ്ങിയെന്നാണ് കേട്ടത്. കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിനെ 3 വാർഡുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. വാർഡുകളിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിന്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർവഹിച്ചത്. MLA വരുന്ന വിവരം അവസാന നിമിഷമായിരുന്നു ആളുകളെ അറിയിച്ചത്. പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാലസദസ്സിലും മാങ്കൂട്ടം പങ്കെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ 5-ന് KSRTC ബാംഗ്ലൂരു ബസ് രാഹുൽ ഫ്ലാഗ് ഓഫ് ചെയ്തതും വിവാദമായി മാറിയിരുന്നു. ഇത്രയും നാൾ ആരും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ ഇതാ അറിഞ്ഞും കേട്ടും കൊട്ടും അരവയും അണിയിച്ചുകൊണ്ട് ഒരു വരവ് രാഹുൽ നടത്തുകയാണ്.